കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ഈ ടീച്ചിങ്സിനെ എടുക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ നൽകിയിട്ടുള്ള ഒരു സുവിശേഷങ്ങളിലൊന്നാണ് മത്തായിയുടെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടുതലും കർത്താവ് ചെയ്ത പ്രവൃത്തികളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ആകുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ടീച്ചിങ്സ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അവിടെയാണ് നമ്മളിതെല്ലാം തുടങ്ങിയത്. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ചില പ്രസ്താവനകളുണ്ട്. അത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ പല സംശയങ്ങളെയും നീക്കം ചെയ്യുന്ന ചില കാര്യങ്ങൾ കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ ജയിലിൽ കിടക്കുമ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് കർത്താവിൻ്റെ അടുത്ത് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിച്ചു, നീ തന്നെയാണോ മെശിഹ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ ഒരു ഇടർച്ച ഉണ്ടായത്? യോഹന്നാൻ തീർച്ചയായിട്ടും നമുക്കറിയാം, യോഹന്നാൻ്റെ കയ്യാൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ച് കർത്താവ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അടയാളം യോഹന്നാൻ കണ്ടതാണ്. ദൈവപുത്രനാണെന്ന് യോഹന്നാൻ അപ്പോൾ ആത്മാവിൽ അത് മനസ്സിലാവുകയും ചെയ്തതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സംശയം യോഹന്നാൻ്റെ ഉള്ളിൽ വരുന്നതായിട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യോഹന്നാനും ശരിക്കും ഈ ദൈവരാജ്യം എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ശരിയായൊരു ഗ്രാസ്പ് ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ തടവിലായി പോയിട്ടും കർത്താവ് ഒന്നും ചെയ്യുന്നില്ല, ഒരു സൈന്യത്തെ നയിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റോമാക്കാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ആ ഹെറോദാവിനെതിരെയുള്ള ഒരു മൂവ്മെൻറ്റും ഒരു പ്രതികരണവും കർത്താവിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ യോഹന്നാനെ കൊണ്ട് അങ്ങനെ ചോദിപ്പിച്ചത്. അത് കൂടാതെ വേറൊരു സാധ്യത കൂടിയുണ്ട്. കാരണം യോഹന്നാൻ്റെ സ്പിരിച്വൽ ലൈഫും കർത്താവിൻ്റെ സ്പിരിച്വൽ ലൈഫും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. യോഹന്നാൻ അബ്സ്റ്റിനൻസ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ആഹാരത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഒരു സന്യാസിയെ പോലായിരുന്നു. യോഹന്നാൻ സാധാരണ ആളുകൾ കഴിച്ചിരുന്ന ആഹാരമല്ല കഴിച്ചിരുന്നത്, മരുഭൂമിയിലാണ് വസിച്ചുകൊണ്ടിരുന്നത്. യാതൊരുവിധ എർത്തിലി കാര്യങ്ങളിലും ടച്ച് ചെയ്യാതെ ജീവിച്ചിരുന്ന ഒരു റിക്ലൂസ് ആയിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. കർത്താവ് പാപികളുടെ കൂടെ പോയിരിക്കുകയും ആഹാരം കഴിക്കുകയും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് വന്നത്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലുള്ള അന്തരവും അതുപോലെ തന്നെ ഈ നിയമങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ, അതായത് ആക്ഷരികമായ നിയമങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ മിനിസ്ട്രി, ബ്രേക്ക് ചെയ്തെന്ന് തോന്നിപ്പിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകളും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് യോഹന്നാൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ എന്ന് യോഹന്നാൻ ശിഷ്യന്മാരെ വിട്ട് ചോദിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് ഈ സൈന്യത്തെ ചേർക്കുന്നില്ല, യുദ്ധം നടത്തുന്നില്ല, രാജ്യത്തിനെതിരെ സംസാരിക്കുന്നില്ല, സീസറിനെതിരെ മുദ്രാവാക്യം ഉന്നയിക്കുന്നില്ല, യഹൂദന്മാർക്ക് രാജ്യം വേണമെന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. കർത്താവ് പക്ഷേ ചെയ്യുന്നത് ഇതൊക്കെയാണ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു. അപ്പം ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതാണോ ഈ പ്രവൃത്തികളെ അറിയിക്കുക, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നത്? അപ്പോൾ സ്പിരിച്വൽ കിങ്ഡം എന്ന് പറയുന്നത് ശരിക്കും ആക്ഷരികമായൊരു ഭരണത്തെ അല്ല കർത്താവ് കാണിക്കുന്ന, ഒരു ആത്മീകമായ വ്യവസ്ഥയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് യോഹന്നാനോട് ചെന്ന് പറയുമ്പോൾ യോഹന്നാൻ എന്തായിരിക്കും വിശ്വസിക്കുന്നത്? യോഹന്നാൻ ഇതൊക്കെ ഒരുപക്ഷെ അറിഞ്ഞ് കാണുമായിരിക്കാം. പക്ഷേ യോഹന്നാൻ്റെ ചോദ്യങ്ങൾക്കോട് ഉത്തരം വരുന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല.
അതുകൊണ്ടാണ് കർത്താവ് 6-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവരെല്ലാം ഭാഗ്യവാന്മാർ. അപ്പം ഈ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ ഒരു സൈനിക മുന്നേറ്റമൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ കർത്താവിൽ ഇടറിപ്പോകാൻ ആളുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കർത്താവിൽ ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇടറിപ്പോകാതിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. എന്നിട്ട് യോഹന്നാനെ പുകഴ്ത്തിക്കൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്, ദൈവദാസൻ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരാൾ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാൾ, എന്നാൽ ദൈവത്തിന് വേണ്ടി തൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരാളാണ് യോഹന്നാൻ. അല്ല, അവൻ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? നിങ്ങൾ എന്താണ് അവിടെ കാണാൻ പോയത്? അവിടെ ഏത് രീതിയിലുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? വലിയ രാജത്വത്തിലിരിക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചോ? നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചോ? എന്തിനാണ് പോയത്? ഒരു മരുഭൂമിയിലേക്കല്ലല്ലോ ഇവരന്വേഷിച്ച് പോകേണ്ടതല്ല, രാജഗ്രഹത്തിലേക്കല്ലേ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോയത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ കിങ്ഡം ഒരു രാജഭരണത്തിലൂടെ വരുന്നതല്ല. സ്പിരിച്വൽ കിങ്ഡം എന്ന് പറയുന്നത് ആത്മീക ഭരണത്തിലൂടെ വരുന്നതാണ്. രാജഭരണം അന്വേഷിക്കുന്നവർ മരുഭൂമിയിലേക്കാണോ പോകുന്നത്? അല്ല. മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയാണോ കാണുന്നത്? രാജഭരണം അന്വേഷിക്കുന്നവരാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ ആത്മീക രാജ്യം അന്വേഷിക്കുന്നവർ ആണ് ശരിക്കും മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ യോഹന്നാൻ സിംബലൈസ് ചെയ്യുന്നത് ശരിക്കും ആക്ഷരികമായൊരു കിങ്ഡം അല്ല. യോഹന്നാൻ സിംബലൈസ് ചെയ്യുന്നത് അധികാരവും ധനവുമുള്ള മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു രാജ്യമല്ല യോഹന്നാൻ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ മുന്നൊരുക്കാൻ വന്ന കർത്താവും ഐഹികമായ രാജ്യത്തിൻ്റെ പ്രതിനിധിയല്ല. അപ്പോൾ യോഹന്നാൻ ശരിക്കും രാജാവല്ലല്ലോ. അപ്പോൾ രാജാവിൻ്റെ ഒരു ശുശ്രൂഷയുമല്ല യോഹന്നാൻ ഉണ്ടായിരുന്നത്, ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷയാണ്. അത് പ്രവാചകനേക്കാളും വലിയൊരു ശുശ്രൂഷയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നതെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ശരിക്കും മരുഭൂമിയിലെ ഒരു ശുശ്രൂഷയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ മുന്നോടിയായിട്ട് നമ്മളവിടെ കാണുന്നത്. ഒരു മരുഭൂമി ശുശ്രൂഷയാണ്. ഈ മരുഭൂമി ശുശ്രൂഷ എന്ന് പറയുന്നത് ശരിക്കും ഐഹികമായ രാജ്യത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒന്നുമില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ യോഹന്നാൻ വഴിയൊരുക്കിയത് ഒന്നുമില്ലായ്മയിലാണ്. ദാറ്റ് വാസ് എ സ്പിരിച്വൽ കിങ്ഡം. ഹി വാസ് ദ ഹെറാൾഡ് ഓഫ് എ സ്പിരിച്വൽ കിങ്ഡം. പക്ഷേ അത് യോഹന്നാന് ശരിക്കും മനസ്സിലാകുന്നില്ല. അതായത് യോഹന്നാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ എന്നൊരു രാജ്യത്തെക്കുറിച്ച്. ഇപ്പം നമ്മൾ എത്ര സ്പിരിച്വലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനറ്റത്തൊരു ഐഹികമായ ഒരു സ്വപ്നങ്ങൾ നെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. യോഹന്നാൻ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ച് കാണുമായിരിക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇവൻ പ്രവാചകനേക്കാളും വലിയവനാണ്, പ്രവാചകനിലും മികച്ചവനാണ്. സ്ത്രീകളിൽ ജനിച്ചവരിൽ ഈ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ഒരു സ്ത്രീയിൽ നിന്നും യോഹന്നാനേക്കാൾ വലിയവൻ, മികച്ചവൻ, ദൈവത്തിന് പ്രസാദമുള്ളവൻ ഒരു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഉന്നതമായ ആത്മീകമായ രാജ്യമാണ്. ഈ ആത്മീകമായ രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രവേശനം വരുന്നത് മാനുഷികമായ കഴിവുകൾ കൊണ്ടല്ല, ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല. മാനുഷികമായ ഏറ്റവും ശ്രേഷ്ഠനായി മാറിയാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. യോഹന്നാൻ എത്ര വലിയവനായാലും, എത്ര മഹാനായാലും, എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും, എത്ര ഭയങ്കരനായിട്ട് നിങ്ങൾ കണ്ടാലും, ലോകത്തെ മുഴുവൻ തള്ളിക്കളയുന്ന ഒരു പ്രവാചകനായിട്ട് നിങ്ങൾ കണ്ടാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാൻ എന്ന വലിയ മനുഷ്യനേക്കാളും വലിയവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായ എല്ലാ ബുദ്ധിയേക്കാളും, കഴിവിനേക്കാളും, പ്രവൃത്തികളെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന, ദൈവത്തിൻ്റെ പുത്രനെന്ന, മക്കളെന്ന അവകാശം ലഭിക്കുന്ന ഒരാളുടെ അധികാരം അല്ലെങ്കിൽ അവൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം മനസ്സിലാക്കി സ്വർഗരാജ്യത്തിലെ ആത്മീകമായ പ്രവേശനം, ദൈവരാജ്യം സ്വർഗരാജ്യം ഒരേ കാര്യം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് സ്വർഗരാജ്യം എന്ന് കാണുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് ദൈവരാജ്യം എന്നാണ് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അത് ബലമായി പ്രവേശിക്കണം എന്നാണ് പറയുന്നത്. ബലാത്കാരികൾ ബലമായി യോഹന്നാൻ്റെ കാലം മുതൽ ഇന്നേ വരെയും ബലമായി സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്ത് പ്രവേശിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അമിതമായ ബലം ആവശ്യമാണ് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. അതായത് an extraordinary force is required to enter into the kingdom of God. കാരണം അത് നമ്മളെ തന്നെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ നമ്മളെ തന്നെ നിഷേധിക്കുന്ന ഒരു ശക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിന് മാത്രമാണ് നമ്മളവിടെ പ്രവേശിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ബലം ആവശ്യമാണ്. ഒത്തിരി ബലത്തോടു കൂടിയാണ്, ദൈവത്തിൻ്റെ ബലത്തോടു കൂടിയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം എളുപ്പമല്ല ഒരു മനുഷ്യന് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. ഉദാഹരണം അതെങ്ങനെയാണ് നമ്മൾ ഒരു ഇല്ലസ്ട്രേഷനായിട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നമുക്കൊരു സാമ്പത്തികമായ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഈ സാമ്പത്തികമായ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മാനുഷികമായ സൊല്യൂഷൻസിലേക്കാണ്. നാച്ചുറലി നമ്മൾ നോക്കും നമ്മുടെ കയ്യിൽ എന്താ സെറ്റാണ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആരോട് ചോദിക്കണം, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഇതിനെല്ലാം വിട്ടിട്ട് ദൈവം എന്തെങ്കിലും ചെയ്തോട്ടെ, കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയണമെങ്കിൽ നമുക്ക് ബലം വേണ്ടേ? ഭയങ്കരമായ ബലം വേണം. നമ്മൾ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നമ്മുടെ ഹിതത്തെ സാക്രിഫൈസ് ചെയ്തിട്ട് വിട്ട് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ബലത്തിന് കീഴിലേക്ക്, പരമാധികാരത്തിന് കീഴിലേക്ക് വരണമെങ്കിൽ നമുക്ക് അസാമാന്യമായ ആന്തരികമായ ശക്തി വേണം. ഈ ശക്തി എന്ന് പറയുന്നത് ദൈവം നമ്മുടെ സ്വന്തമല്ല. അത് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. രക്ഷയുടെ വെളിപ്പാട് വന്ന ശേഷമാണ് പറയുന്നത്, സ്വന്തമല്ല അത്. ആ ശക്തി നമ്മുടെ സ്വന്തമല്ല. നമ്മളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന യോഹന്നാൻ സ്നാപകനേക്കാളും നമ്മളെ വലുതാക്കുന്ന ആ ഒരു ശക്തി നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ബലം ഉള്ളവരാണ് അകത്ത് പ്രവേശിക്കുന്നത്, പക്ഷേ ബലം അവരുടെ സ്വന്തമല്ല. നമ്മൾ ബലമായി തന്നെയാണ് ഓരോ സമയത്തും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, പക്ഷേ ആ ബലം നമ്മുടെ സ്വന്തമല്ല, അത് കർത്താവിൻ്റെ ബലമാണ്. വിശ്വാസത്താലാണ് നമുക്ക് ആ ബലം ലഭിക്കുന്നത്. അപ്പോൾ ദൈവം രാജാവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓരോ മൊമെൻറ്റും, ഇപ്പോൾ ഒരു വീട്ടിലൊരു വഴക്കുണ്ടാവുമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഉത്സുകത ഉണ്ടാവും. കാരണം തെളിയിക്കണമല്ലോ, ഓരോരുത്തരുടെ രാജ്യത്തിന് നിലനിൽപ്പ് വേണം. അപ്പോൾ വളരെ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യും. അതാണ് സ്വാഭാവികമായിട്ടും മനുഷ്യർ ചെയ്യുന്നത്. എന്നാൽ അവിടെ ആ രാജ്യത്തെ വേണ്ടാന്ന് വെച്ചിട്ട് ദൈവമേ നിൻ്റെ രാജ്യം, നിൻ്റെ സോവറിനിറ്റി, ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഭയങ്കരമായ ബലം വേണം. ഇതിന് ആന്തരികമായ ബലം എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊരു ആന്തരികമായ ബലമില്ലാതെ സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് തരുന്നത്. അതെങ്ങനെയാണ് ഈ പ്രവേശനം നടക്കുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് ദൈവത്തിൻ്റെ ജീവൻ നമ്മൾ പ്രാപിക്കുമ്പോഴാണ് ശരിക്കും ദൈവം രാജാവായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയുന്നത്. ഓക്കെ, അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല, സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അപ്പോൾ ശരിക്കും ബലം പ്രയോഗിക്കുന്നവരാണ് ഓരോ സമയത്തും ദൈവം രാജാവായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ ബലമുള്ളവർ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവർ, അവിടെ കാണുന്ന കാഴ്ച ആളുകൾ സ്വതന്ത്രരാക്കപ്പെടുന്നതാണ്. അല്ലാതെ റോമാ ഗവൺമെൻറ്റിന് യുദ്ധം ചെയ്യാൻ വേണ്ടി തോക്കും വടിവാളുമായിട്ട് പോകുന്നതല്ല ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ കാണുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്വം ഭൗതികമായോ ഭൗമികമായോ വരുന്നതല്ല, അത് ആത്മീകമായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. ഇപ്പോൾ പ്രവചനങ്ങൾ എല്ലാം യോഹന്നാനോട് തീർന്നു. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭകളിൽ ഇപ്പോഴും പ്രവാചകന്മാരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സഭകളിൽ ഇപ്പോഴും പ്രവാചകന്മാരുണ്ടല്ലോ? ഉണ്ട്, പക്ഷേ അവർ ഈ യോഹന്നാൻ വരെയുള്ള ആ ഒരു പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള പ്രവാചകന്മാരല്ല. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ യോഹന്നാൻ്റെ കാലം വരെയും അവർ പ്രവചിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെ. അപ്പോൾ ആ പ്രവാചകന്മാരുടെ എല്ലാം പ്രതിനിധിയാണ് യോഹന്നാൻ. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രതിനിധിയായ യോഹന്നാനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ എല്ലാ പ്രവാചകന്മാരുടെയും പ്രതിനിധിയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സകല പ്രവാചകന്മാരും പ്രവചിച്ചതിനെയാണ് യോഹന്നാൻ ഊന്നി പറയുന്നത്. ആ പ്രവാചകരിലെല്ലാം വലിയവൻ യോഹന്നാനാണ്. ഓക്കെ, ഏറ്റവും വലിയ പ്രവാചകന്മാരിലും വലിയവനാണ് യോഹന്നാൻ എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ യോഹന്നാനെ കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്. അപ്പോൾ സ്പിരിച്വാലിറ്റി ഈസ് ഡെഫിനറ്റ്ലി എന്താണ്, യോഹന്നാൻ്റെ ആ ഒരു ലൈഫിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് നോട്ട് എബൌട്ട് ദ വേൾഡ്, ഇറ്റ്സ് എബൌട്ട് ദ പ്രൊഫസീസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓറക്കിളിനെ സംബന്ധിക്കുന്നതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും വലിയ പ്രവാചകനും ദൈവരാജ്യത്തിനകത്തല്ല പുറത്താണെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ഇത്രയും വലിയൊരു ഹ്യൂമൻ ബീയിങ്, ഇത്രയും മഹാനായൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറഞ്ഞവൻ, ആ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറഞ്ഞവനും ദൈവരാജ്യത്തിൽ കയറുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിനേക്കാളും പുറകിലാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രാജാവായിരിക്കുന്ന ഒരവസ്ഥയുടെ മഹത്വം വെളിയിൽ എത്ര വലിയ രാജ്യം സ്ഥാപിച്ചാലും അതൊരു സ്പിരിച്വൽ ആണെന്ന് വിചാരിച്ചാൽ പോലും, ഒരു മതരാജ്യമായാലും അതിനൊന്നും ഈ ദൈവരാജ്യത്തിൽ കയറുന്ന ഒരു കുഞ്ഞിൻ്റെ അത്ര ശക്തിയില്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ എത്ര വലിയവനായാലും അതിനേക്കാൾ വലിയൊരു പദവിയിലാണ് ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മീക രാജ്യത്തിലേക്ക് പ്രവേശിച്ചവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, 15-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. മാനുഷികമായ കാര്യങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യരെ പുകഴ്ത്തല്ലേ, അയാൾ എന്തു നല്ല മനുഷ്യനാണെന്ന് അറിയാമോ ബ്രദറെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇത്രയും നാളും കർത്താവിന് വേണ്ടി അധ്വാനിച്ചെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. യോഹന്നാനേക്കാൾ വലിയവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ ഏതൊരു ശിശുവും യോഹന്നാനേക്കാൾ വലിയതായത് എങ്ങനെയാണ്? അവർക്ക് അത് ബലം കൊണ്ടാണ്. ആ ബലം ആര് തന്നതാണ്? കർത്താവ് തന്നതാണ്. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ബലമുള്ളവരല്ല, പക്ഷേ അവർ ബലമായി ദൈവരാജ്യത്തെ കൈവശമാക്കിയവരാണ്. അതെങ്ങനെ കൈവശമാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ബലത്താൽ കൈവശമാക്കി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ മുഴുവൻ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു തീം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന എത്ര വലിയവനായാലും ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതാണ്. അവിടെ യോഹന്നാൻ സ്നാപകനായാലും അയാൾ മാനസാന്തരപ്പെടുകയും ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും വേണമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ പറയുന്ന കർത്താവ് പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനം കേൾക്കുന്ന ഇത് എത്ര ഭംഗിയായി കേട്ടാലും വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തവൻ വിശ്വസിക്കില്ല. അതാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ഈ പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ടല്ലോ. ചില ആൾക്കാർ ഒരു സിനിമ കാണിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയാം. ചില ആൾക്കാർ പറയും നമുക്ക് അവിടെ പോയി അവരുടെ വേഷം ധരിച്ച് അവരുടെ കൂടെ താമസിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയാം. വേറെ പല ടെക്നിക്കുകൾ, പാവക്കൂത്തുകൾ ഉൾപ്പെടെ, ഡ്രാമ ഉൾപ്പെടെ, സ്ട്രാറ്റജീസ്, എന്തെല്ലാം സ്ട്രാറ്റജീസാണ് ഉപയോഗിക്കുന്നത്. കർത്താവ് പറയാണ് എന്ത് ചെയ്താലും ഇവർ നന്നാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ കർത്താവ് ഇവർ ഇടപെടാൻ നോക്കി. പലതരത്തിലുള്ള പ്രവാചകന്മാരെ വിട്ടു. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന്, പ്രവാചകന്മാരെക്കാൾ വലിയവനെന്ന് വിചാരിക്കാവുന്ന യോഹന്നാൻ സ്നാപകനെ വിട്ടു. എന്നിട്ട് സ്വന്തം മകനെ തന്നെ വിട്ടു. അപ്പോൾ ഈ സ്വന്തം മകനെ വിട്ടിട്ട് പോലും ഇവർക്ക് യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ പറയുകയാണ്, ഈ തലമുറയെ എന്തിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. അപ്പോൾ എന്ത് കേട്ടാലും പ്രതികരണമില്ല. കുഴലൂതി ഡാൻസ് ഇല്ല, വിലാപം പാടി ആരും കരയുന്നില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. എത്ര കരഞ്ഞ് കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഇന്ന് സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ജനം എത്ര സുവിശേഷം കേട്ടാലും ഹൃദയത്തിൽ സ്പർശിക്കാതെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സുവിശേഷം പറയുമ്പോൾ അവർക്കത് ഗ്രഹിച്ചിട്ട് ഉള്ളിലത് തട്ടും ചിലർക്ക്. പക്ഷെ വളരെ വേഗം ഒരു പാട്ടൊക്കെ പാടി അവസാനം കൈയൊക്കെ അടിച്ച് നല്ലപോലെ അന്യഭാഷയൊക്കെ പറഞ്ഞ് ഒന്ന് വേർത്ത് വീട്ടോട്ട് പോയി കഴിയുമ്പം പിന്നെ ആ പ്രസംഗം മറന്നുപോകും. എത്ര ഇൻസെൻസിറ്റീവാണ്. കർത്താവിൻ്റെ വചനം എത്ര കേട്ടാലും വെളിവ് വരാതെ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്താ ഇത് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ് എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ഇത് മനസ്സിലാകുന്നില്ല എന്ന്. ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. ഇത് മനുഷ്യൻ്റെ ശ്രമത്താൽ നടക്കുന്നൊരു കാര്യമല്ല, ഇത് കൃപയാണ്. ദൈവം എന്താണ് നമുക്ക് വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കൃപയാണ്. കർത്താവ് പറയാണ്, യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു. അപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വരുന്നതാണ് ഇതിൻ്റെ ആദ്യ സമയം എന്ന് പറയുന്നത്. അപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഇവനെ വലിയൊരു ആളായിട്ട് കണ്ടു. പക്ഷേ അയാൾ പ്രസംഗിച്ചൊന്നും കേട്ടില്ല. നമ്മൾ വലിയ സാക്രിഫിഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം ആൾക്കാർ നമ്മളെ ബഹുമാനിക്കും. അവരെന്ത് പറയുന്നറിയോ? അവനൊക്കെ അത് പറ്റും, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റിയല്ല, ഇങ്ങനെയാവും. അയാൾ ഭയങ്കര ചിലപ്പോൾ പെട്ടെന്ന് മാൻ റെഫറൻസിലേക്ക് വരും. ആ മനുഷ്യനെ എന്താ പറയുന്നത്, ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് വരും. ഇപ്പം നിങ്ങൾ വളരെ സാക്രിഫിഷ്യലായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുകയാണെന്ന് അങ്ങ് പ്രചരിപ്പിക്കാമെന്ന് വിചാരിച്ചോ. എല്ലാവരും പറയാണോ ആ മനുഷ്യൻ ഭയങ്കര ഭക്തനാണ്. ഉടനെ നിങ്ങളെ ഒരു ഹീറോ ആക്കി മാറ്റും. നിങ്ങളുടെ പിന്നാലെ ആൾക്കാർ പക്ഷെ അവരാരും ചിന്തിക്കില്ല ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്, അയാളെക്കാളും ദൈവത്തിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് എന്നെയും മാറ്റാൻ പറ്റും, എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ആ മനുഷ്യനും പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ഗ്ലോറി കൊടുക്കുന്നതിന് പകരം ആ മനുഷ്യൻ്റെ ഹീറോയിസത്തിന് നിങ്ങൾ ഗ്ലോറി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും, എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ആരും പ്രവേശിക്കുകയുമില്ല. ഇതൊരു ദുരിതകരമായ കാര്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് മുൻപ് വന്ന യോഹന്നാൻ ആ മതത്തിൻ്റെ പ്രതിനിധിയായിരുന്നു, പ്രവാചകന്മാരുടെ പ്രതിനിധിയായിരുന്നു, പഴയ നിയമത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ആ പ്രതിനിധിയായി വന്ന യോഹന്നാൻ എല്ലാ മത അഭ്യാസങ്ങളുടെയും അങ്ങേയറ്റം ചുമന്നുകൊണ്ടാണ് വന്നത്. അതായത് ആഹാരം കഴിക്കാതെ, നേരാവണ്ണം വെള്ളം കുടിക്കാതെ, മരുഭൂമിയിൽ ജീവിച്ച് അവിടെ കിട്ടുന്നത് കഴിച്ച് വളരെ ബേസിക് ലെവലിൽ ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാചകൻ എങ്ങനെയായിരിക്കണം അതിൻ്റെ അങ്ങേ അറ്റത്ത് പോയി ലോകത്തെ തൊടാത്ത ഒരാളായിട്ട് ജീവിച്ചു. എന്നിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ആരും കേട്ടില്ല. കാരണം ചില ആൾക്കാർ വിചാരിച്ചാണ് ഇനി ദൈവരാജ്യത്തിന് കിട്ടി ഇയാളെ പോലെ പോകേണ്ടി വരും. ആരും മൈൻഡ് ചെയ്തില്ല.
കർത്താവ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ റിലീജിയൻ മുഴുവനും ക്ലോസ് ചെയ്തു. റിലീജിയൻ മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് തിന്നും കുടിച്ചും കൊണ്ടുവന്നു. നോർമലി, അതായത് ഏത് രീതിയിലും ഈ ജനങ്ങളുടെ അടുത്ത് ചെല്ലാൻ കർത്താവ് ഒരുക്കമായിരുന്നു. അതുവരെ മതത്തിലൂടെ സംസാരിക്കുന്ന നോക്കി, നിയമത്തിലൂടെ സംസാരിക്കുന്ന നോക്കി ആരും മൈൻഡ് ചെയ്തില്ല. അവസാനം കർത്താവ് തിന്നും കുടിച്ചും നോർമലായിട്ട് വന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ, നമ്മളിൽ ഒരാളെ പോലെ നമ്മളുടെ അടുത്ത് വന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ തിന്നും കുടിച്ച് നടക്കുകയാണ് പ്രവാചകനാന്ന് പറഞ്ഞുകൊണ്ട്. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നവർ പറയുന്നു. ഓക്കെ, എന്നിട്ട് കർത്താവ് പറയാണ്, ഇങ്ങനെയാണ് മനുഷ്യരെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഒപ്പീനിയൻ. എന്നാൽ അടുത്ത വാക്യം പറയാം, ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തികളാണ് വെളിയിൽ വരുന്നതെന്നുള്ളതിലാണ് നീതീകരിക്കപ്പെടുന്നത്. അതല്ലാതെ തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ഇല്ലയോ, സന്യാസിയായിട്ട് ജീവിക്കുവാണോ അതോ ആഹാരം കഴിച്ച് ജീവിക്കുവാണോ, ഏതാണ് അയാളുടെ റിലീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്നുള്ളതല്ല. ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത് പ്രവൃത്തികളാലാണ് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്. ഇഫ് ഹീസ് റിയലി നോസ് ഗോഡ്, ഒരാൾ ശരിക്കും ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പ്രവൃത്തികളിലൂടെയാണ് വെളിപ്പെട്ട് വരുന്നത്. ഓക്കെ, എന്നിട്ട് കർത്താവ് പറയുകയാണ്, പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്ക നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ചുറ്റുപാട് നമ്മൾ കാണുന്ന ആ ഒരു അന്ധത, എത്ര പ്രസംഗിച്ചാലും ആ ലോകത്തിലേക്ക് മാത്രം നോക്കുന്ന, ആ ലോക അനുഗ്രഹങ്ങളിലേക്ക് മാത്രം, വിടുതലിലേക്ക് മാത്രം നോക്കുന്ന ഒരു ജനക്കൂട്ടത്തോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, കോരസീനെ നിനക്ക് ആ കഷ്ടം, ബെത്സയിദേ നിനക്ക് ആ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പിന്നെയും പറയുന്നൊരു കാര്യം, 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ വിട്ടപ്പോൾ അവരോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, 2 തരത്തിലുള്ള കഷ്ടങ്ങളെക്കുറിച്ച്. അതായത് സോരിലും സീദോനിനും ഇവിടെ വെണ്ണീറാക്കപ്പെട്ടു, ഇവിടെ അവർ തകർക്കപ്പെട്ടു. എന്നാൽ അവർ ആ വീര്യപ്രവൃത്തികൾ, ഇന്ന് നടക്കുന്ന വീര്യപ്രവൃത്തികൾ അന്ന് മാനസാന്തരപ്പെടാതിരുന്ന സോറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും കിടന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? സോറും സീദോനും എന്തുമാത്രം സഹിക്കുമോ അതിനേക്കാൾ കൂടുതൽ ഈ അത്ഭുതവും വീര്യപ്രവൃത്തികളും നടന്നവർ സഹിക്കുമെന്നാണ്. അതാരായാലും, ദൈവരാജ്യത്തിന് വെളിയിലുള്ളവരായാലും ഏത് വ്യക്തിയായാലും അവർ മാനസാന്തരപ്പെടാഞ്ഞാൽ, വചനം കേട്ടിട്ട് അത്ഭുത വീര്യപ്രവൃത്തികൾ കണ്ടിട്ടും അവർ വിശ്വസിക്കാതിരുന്നാൽ, അവരുടെ ഹൃദയം കഠിനമായി ഇൻസെൻസിറ്റീവായിട്ടുള്ള ഹൃദയവുമായിട്ട് ദൈവത്തോട് പോലും പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് അവർ ദൈവത്തെ നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും? സോറിനും സീദോനും നടന്ന അവർക്ക് അന്ത്യന്യായവിധിനാളിൽ എന്തുമാത്രം കഷ്ടം അനുഭവിക്കുമോ അതിനേക്കാൾ കൂടുതൽ കഷ്ടത്തിലേക്കും ശിക്ഷാവിധിയിലേക്കുമായിരിക്കും ഇവർ പോകുന്നത്. രാജ്യത്തിൻ്റെ പുത്രന്മാർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയപ്പെടുമെന്ന് പറയുന്ന പോലെ. അതുകൊണ്ടാണ് നരകത്തിൽ ഗ്രേഡ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പലതരത്തിലുള്ള ഗ്രേഡ് ഉണ്ടാകാം എന്ന് അനുമാനിക്കുന്നത്. അത് ഉറപ്പിച്ച് പ്രസംഗിക്കാൻ പ്രയാസമാണ്. എങ്കിൽ പോലും സോറിനും സീദോനും കഷ്ടപ്പെടുന്ന അത്രയും ആയിരിക്കില്ല ഇവർ നിഷേധിച്ചവർ, ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിഷേധിച്ചവർ, അത്ഭുതങ്ങൾ കണ്ടിട്ടും നിഷേധിച്ചവർ സഫർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ തരത്തിലുള്ള സഫറിങ്സ് അവിടെ വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നീയോ കഫർന്നഭൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിലനിൽക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം ശപിക്കപ്പെട്ടു, നശിക്കപ്പെട്ടു, ചാവുകടലായി മാറി. അപ്പോൾ അവിടെയെല്ലാം ഈ അത്ഭുതങ്ങളായിരുന്നു നടന്നിരുന്നെങ്കിൽ, അവിടെ ഒന്നും അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ല അല്ലേ? ആ അത്ഭുതങ്ങൾ അവിടെ നടന്നിരുന്നെങ്കിൽ അവരെല്ലാവരും ഇന്നും അവിടെ ഉണ്ടാകുമായിരുന്നു. കാരണം ഹൃദയം നോക്കിക്കഴിഞ്ഞാൽ സോരും സീദോനും സോദോമും ഗൊമോറയും പാപം ചെയ്ത് നടന്ന കാലത്തെക്കാളും ഹൃദയം യേശു കർത്താവിൻ്റെ കാലമായപ്പോഴേക്കും കൂടുതൽ കൂടുതൽ ദുഷ്ടഹൃദയമായി മാറി എന്നാണ് അതിനർത്ഥം. റെവലേഷൻ കൂടുന്തോറും അതിനെ എതിർപ്പ് വർദ്ധിച്ച് വന്നാൽ അത് വളരെ കഠിനമായ കല്ലുപോലുള്ളൊരു ഹൃദയത്തിന് കാരണമായി തീരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും അറിയാതിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഹൃദയമല്ല, എല്ലാം അറിഞ്ഞ ശേഷം പിന്നെയും പാപം ചെയ്യുമ്പോൾ ഉള്ളത്. അതുപോലെ റെവലേഷൻ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച്, വെളിപ്പാടുകൾ വളർന്ന് വരുന്നതനുസരിച്ച് സോറിൻ്റെയും സീദോൻ്റെയും കാലത്തുള്ള വെളിപ്പാടല്ല യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും വെളിപ്പാടുകൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് അതിനോടുള്ള റിബല്യൻ, അതിനോട് എതിർത്ത് നിൽക്കുന്ന ജനത്തിൻ്റെ കഠിന ഹൃദയവും വർദ്ധിക്കുകയാണ്.
വെളിപ്പാട് വർദ്ധിക്കുന്നത് പോലെ തന്നെ അതിനെ നിഷേധിക്കുന്നവരുടെ കഠിന ഹൃദയവും വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്നും നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാകുന്നുണ്ടെങ്കിൽ വെളിപ്പാടുകൾ വർദ്ധിക്കും തോറും ഈ കഠിനത വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, എന്നിട്ട് പറയുകയാണ്, എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ വചനങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് മുട്ടുകുത്തി കർത്താവിൻ്റെ ചോദിക്കണം, കർത്താവേ എൻ്റെ ഹൃദയം തടിച്ചു പോയിട്ടുണ്ടോ, ഇൻസെൻസിറ്റീവായി പോയിട്ടുണ്ടോ, ഞാൻ നിന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും കേട്ട് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് എന്ത് കേട്ടാലും ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പണി നോക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടോ, ഇത് ഹൃദയത്തിൽ ജീവനായി മാറുന്നുണ്ടോ, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ, ആ ഒരു ദൈവരാജ്യത്തിൽ ഒരു ശിശുവിനെ പോലെ പ്രവേശിച്ച് ആ ദൈവരാജ്യത്തിലെ ശൈശവത്വം അനുഭവിക്കുവാൻ, ആ പിതാവിൻ്റെ ആലിംഗനം അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, അതോ ജസ്റ്റ് ഒരു മതത്തിൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയിരിക്കുവാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ ഈ കഠിന ഹൃദയം നമുക്കെതിരെയുള്ള ഒരു കെണിയായി വരും. ഓരോ പ്രാവശ്യവും റെവലേഷൻ കൂടുന്തോറും നിങ്ങൾ വചനം കൂടുതൽ കേൾക്കും തോറും, ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടാതെ വേർപെട്ട് വരാതെ പല ആൾക്കാരും പഴയ സഭകളിൽ നിൽക്കുന്നവരുണ്ട്. അവർ വചനം കേൾക്കുന്നുണ്ട്, കേട്ട് വർദ്ധിക്കും തോറും അവർ ഇത് സ്നാനം വേണ്ട എന്നുള്ളതിൽ അവർ കഠിനപ്പെടുകയും ഉറക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഒരു കാലം കഴിഞ്ഞ് നമ്മൾ വചനം കുറേ കേട്ട് അതിനെ ഈസി ആയിട്ട് എടുത്തെടുത്ത് പതുക്കെ നമ്മുടെ ഹൃദയം കഠിനമായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കഠിന ഹൃദയം എന്ന് പറയുന്ന ഈ തലമുറയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. വിശ്വാസികളിലും എന്ന് പറയുന്നവരിലും വലിയൊരു പങ്ക് കഠിന ഹൃദയമുള്ളവരാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തോട് സെൻസിറ്റീവ് അല്ല എന്നുള്ളതാണ് ഇന്ന് വേദനാജനകമായൊരു കാര്യം. അത് അന്നത്തെ പോലെ തന്നെയാണ് ഇന്ന്. കർത്താവിൻ്റെ കാലത്ത് അത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാളൊക്കെ 10 മടങ്ങ് ഈ റിബല്യനും കഠിന ഹൃദയവും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് അവൻ്റെ കൃപയെ അന്വേഷിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കൃപ പുത്രനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന പൂർണ്ണമായ ദൈവിക സന്തോഷത്തിലേക്ക്, ആത്മീക സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ അങ്ങേക്ക് തിരുവുള്ളമുണ്ടായതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ജീവൻ ഓരോ നിമിഷം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.